ഇനി ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പം ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, ബ്ലഡ് യൂറിയ, സിറം ക്രിയാറ്റിൻ ഒക്കെ നോക്കാം. പിന്നെ യൂറിൻ മൈക്രോസ്കോപ്പി നമ്മൾ നോക്കാം. പിന്നെ അൾട്രാസൗണ്ട് അബ്ഡമൻ, അതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ്, അൾട്രാസൗണ്ട് അബ്ഡമൻ. ഈ അൾട്രാസൗണ്ട് അബ്ഡമൻ ചെയ്യുമ്പം നമുക്ക് എന്താണ് ടൈപ്പ് ഓഫ് പെൽവിസ്, തിക്നെസ് ഓഫ് പാരൻകൈമ, സൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ, കോസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പെൽവിസ് എന്ന് പറയുമ്പോഴത്തേക്കും there are 2 types of pelvis. എന്ന് വെച്ചാൽ ഇത് ഹൈഡ്രോനെഫ്രോസിസ് ആയി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, ഒന്ന് ഇൻട്രാ റീനൽ ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എക്സ്ട്രാ റീനൽ. അപ്പം ലാസ്റ്റ് ഒരു പിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇൻട്രാ റീനലും എക്സ്ട്രാ റീനലും കണ്ടോ, ഡിഫറൻസ് ഉണ്ടോ? ആ എക്സ്ട്രാ റീനൽ ഉണ്ടെങ്കിൽ ആ പെൽവിസിൻ്റെ ആ ഭാഗത്ത് ആണ് ബൾജ് ചെയ്തിരിക്കുക. പിന്നെ ഇൻട്രാറീനൽ ആണെങ്കിൽ ആ മറ്റേ കോർട്ടെക്സിലൊക്കെ എന്താ പറയുക പ്രഷർ എഫക്ട്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കാലസസ് ആ ഏരിയയിലായിരിക്കും കൂടുതലും എന്താ പറയുക ബൾജ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ടൈപ്പ് ഓഫ് പെൽവിസ്, തിക്നെസ് ഓഫ് പാരൻകൈമ, സൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ, കോസ് ഓഫ് ഒബ്സ്ട്രക്ഷൻ. ഹലോ, കേൾക്കുന്നോ? ഒരു മിനിറ്റ്, കോൾ വന്നു. ഞാൻ പറഞ്ഞു. ഇനി അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും IVU എന്നാണ് പറയുക. IVU എന്ന് പറഞ്ഞാൽ ഇൻട്രാവീനസ് യൂറോഗ്രാഫി. ഇൻട്രാവീനസ് യൂറോഗ്രാഫി അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കോൺട്രാസ്റ്റ് ഡൈ ഇൻട്രാവീനസ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ എക്സ്റേ എടുക്കും. അപ്പം നമുക്ക് എന്തൊക്കെ ഇറ്റ് ഈസ് ഡൺ ടു ഫൈൻഡ് ഔട്ട് ഫങ്ഷൻ ഓഫ് ദ ഡിസീസ്ഡ് ആൻഡ് ഓൾസോ ദി ഓപ്പോസിറ്റ് കിഡ്നി. ഓക്കെ, അത് നമുക്ക് ഈസിലി നമുക്ക് 2 കിഡ്നീസിൻ്റെയും എന്താ ഫങ്ഷൻസിനെ നമുക്ക് അറിയാൻ പറ്റും ഈ IVU ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ എന്ന് പറയുമ്പോൾ കാലിക്സിൻ്റെ മോർഫോളജി അറിയാൻ പറ്റും. ഈ കാലിക്സ് എന്ന് പറയുമ്പം ലാസ്റ്റ് വേറൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോർമൽ കാലിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ കപ്പ് ഷേപ്ഡ് ആയിരിക്കും. ആ എൻഡ് ഓഫ് ദ കാലിക്സ് കപ്പ് ഷേപ്ഡ് ആയിരിക്കും. പക്ഷേ ഈ ഹൈഡ്രോനെഫ്രോസിസ് വരുമ്പോൾ വാട്ട് ഹാപ്പൻസ്, അത് ഇവൻച്വലി അത് ഫ്ലാറ്റ് ആവും, പിന്നെ അത് പയ്യെ ക്ലബ് ഷേപ്ഡ് ആവും, ലാസ്റ്റ് ബ്രോഡൻഡ് ആവും. ഇതൊക്കെ നമുക്ക് IVU ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ IVU ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ CT ചെയ്യുമ്പോഴത്തേക്കും CT ഈസ് ആക്ച്വലി ഡയഗ്നോസ്റ്റിക് ആണ്. CT ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് CT ഈസ് ഡയഗ്നോസ്റ്റിക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഐസോടോപ്പ് റേഡിയോഗ്രാഫി, ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൺ ടു സ്റ്റഡി ദ ഫങ്ഷൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ സർജറി. ബിഫോർ ദ സർജറി എങ്ങനെയൊക്കെയായിരുന്നു ആ കിഡ്നിയുടെ ഫംഗ്ഷൻ, ഇപ്പോൾ സർജറി ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് ഐസോടോപ്പ് റേഡിയോഗ്രാഫി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെയെന്ന് പറയുന്നത് വിറ്റാക്കർ ടെസ്റ്റ്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഫൈൻ നീഡിൽ അത് നമ്മുടെ റീനൽ പെൽവിസിലോട്ട് കടത്തിവിടും ത്രൂ ദ ലോയിൻ. എന്നിട്ട് അവിടെ സെലൈൻ വെച്ചിട്ട് പെർഫ്യൂസ് ചെയ്യും. ഈ സെലൈൻ പെർഫ്യൂഷൻ എന്ന് പറയുമ്പോൾ 10 ml/min വെച്ചിട്ട് നമ്മൾ പെർഫ്യൂസ് ചെയ്യും. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, ഈ നോർമലി എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇനീഷ്യലി പ്രഷർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ദ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ ഈ ഹൈഡ്രോനെഫ്രോസിസ് ആണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി പെർസിസ്റ്റന്റ് ഇൻക്രീസ് ഇൻ ദ പ്രഷർ. അതാണ് വിറ്റാക്കർ. Fine needle is passed into the renal pelvis through the loin and perfused with saline at a rate of 10 ml/min. പിന്നെ അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നോർമലി ഇനീഷ്യലി there will be an increase in pressure, later it remains constant. പിന്നെ പെർസിസ്റ്റന്റ് ഇൻക്രീസ് ഇൻ പ്രഷർ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ്രോനെഫ്രോസിസ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, എഴുതിയില്ലായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റും കൊടുക്കാൻ പറ്റും, സർജിക്കൽ ട്രീറ്റ്മെൻറ്റും കൊടുക്കാൻ പറ്റും. അപ്പോൾ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പം
ഓറൽ ആൽക്കനൈസേഷൻ തെറപ്പി, ലൈക്ക് അതെന്ന് പറയുമ്പോൾ യൂറിക് ആസിഡ് സ്റ്റോൺസ് ഇങ്ങനെ കാൽക്കുലേറ്റ് കാരണം ഉണ്ടാകുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റോൺസ് നമ്മൾ കളയാൻ വേണ്ടിയിട്ടുള്ള ഓറൽ മെഡിക്കേഷൻസ് കൊടുക്കാം. പിന്നെ റെട്രോപെരിറ്റോണിയൽ ഫൈബ്രോസിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിറോയിഡ്സ് കൊടുക്കാം. പിന്നെ അഥവാ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വി കെൻ ഗിവ് ആൻറ്റിബയോട്ടിക്സ്. പിന്നെ അങ്ങനെ ഇതൊക്കെയാണ് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആൻഡേഴ്സൺ ഹൈൻസ് ഓപ്പറേഷൻ. ആൻഡേഴ്സൺ ഹൈൻസ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പിക്ചർ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല. ഇതെന്ന് പറയുമ്പം ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആൻഡേഴ്സൺ ഹൈൻസ് ഓപ്പറേഷൻ ആണ്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ കൺജനൈറ്റൽ PUG ഒബ്സ്ട്രക്ഷൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ബൾജായി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും, അത് നമ്മൾ എക്സസൈസ് ചെയ്യും. അത് എക്സസൈസ് ചെയ്തിട്ട് ആ യുറേറ്ററിന്റെ ഭാഗവും നമ്മൾ എക്സസൈസ് ചെയ്യും. എന്നിട്ട് എന്താണ് ആ ബൾജ് ചെയ്ത ഭാഗം മാറ്റിയിട്ട് എന്താ പറയാ, അനാസ്റ്റമോസ് ആ ഒരു ഭാഗം, ആ രണ്ട് ഭാഗം, ആ യുറേറ്റർ ആൻഡ് ഓൾസോ ആ പെൽവിസിന്റെ അത്രയും ഭാഗം മാറ്റിക്കളഞ്ഞത്, ആ റിമൈനിങ് ഭാഗം വെച്ചിട്ട് നമ്മൾ അനാസ്റ്റമോസ് ചെയ്യും. അപ്പൊ അതിന് പറയുന്നതാണ് ആൻഡേഴ്സൺ ഹൈൻസ് ഓപ്പറേഷൻ. ഇതാണ് യൂഷ്വലി ചെയ്യുന്നത്. പിന്നെ എന്ന് പറയുമ്പം നമുക്ക് ഇപ്പം ബൈലാറ്ററൽ ഹൈഡ്രോനെഫ്രോസിസ് ആണെന്നുണ്ടെങ്കിൽ വിത്ത് റീനൽ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ ബൈലാറ്ററൽ നെഫ്രോസ്റ്റമി ചെയ്യാൻ പറ്റും. അത് ആൻഡ് ഹീമോഡയാലിസിസ് ഇസ് ഗിവൺ. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് 3 to 6 വീക്സ് കഴിഞ്ഞിട്ട് IVF നമ്മൾ ചെയ്യും. എന്നിട്ട് 2 കിഡ്നിയുടെ ഫങ്ഷൻസ് നമ്മൾ നോക്കും. ഇപ്പം വീണ്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇഫ് ദ കിഡ്നീസ് ആർ സ്റ്റിൽ നോട്ട് ഫങ്ഷനിങ്, നമ്മൾ എന്ത് ചെയ്യും, നെഫ്രക്ടമി ചെയ്യും. ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ഇസ് ദ ഒൺലി ഓപ്ഷൻ ആ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആൻഡേഴ്സൺ ഹൈൻസ് ഓപ്പറേഷൻ പോലെ തന്നെ ലാപ്രോസ്കോപ്പിക് ടെക്നിക്കാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് കോൾഡ് റെട്രോപെരിറ്റോണിയോസ്കോപ്പിക് പൈലോപ്ലാസ്റ്റി. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ മെയിനായിട്ട്. കുറേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ട്രീറ്റ്മെന്റിനകത്ത്, പക്ഷെ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. പിന്നെ വേറെ ഒരു ഞാൻ റെഫർ ചെയ്തപ്പം സ്റ്റെൻഡ് വെക്കുന്നുണ്ടെന്ന് കേട്ടു. ഈ ആ ഒബ്സ്ട്രക്ഷൻ ഉള്ള ഭാഗത്തേക്ക് സ്റ്റെൻഡ് വെക്കും. അപ്പോൾ ആ ഒരു ഒബ്സ്ട്രക്ഷൻ എന്താ അതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ദർ ബി ഫ്രീ ഫ്ലോ ഓഫ് യൂറിൻ. അത്രയാണ്. പിന്നെ ഈ എന്താ പറയുക, ഈ പ്രഗ്നന്റ് ഫീമെയിൽസിലൊക്കെ എന്ന് പറയുമ്പം ഈ എന്താ പറയുക, അക്യുമുലേറ്റഡ് യൂറിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡ്രെയിൻഡ് യൂസിങ് നെഫ്രോസ്റ്റമി ട്യൂബ്. അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പം പ്രഗ്നന്റ് ഫീമെയിൽസിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ.